ഒടുവിൽ സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനും തിരിച്ചുവരവിനുള്ള വഴിയൊരുങ്ങി. സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിൽ ക്രൂ 10 അംഗങ്ങൾ ബഹിരാകാശ നിലയത്തിൽ എത്തിയതോടെയാണ് ലോകം കാത്തിരുന്ന തിരിച്ചുവരവ് സാധ്യമാകുന്നത്. മാർച്ച് 19-നാണ് സുനിതയും ബുച്ച് വിൽമോറും തിരികെ എത്തുക. പരസ്പരം ഹസ്തദാനം നടത്തി ആലിംഗനം ചെയ്ത് ആഹ്ലാദം പങ്കിടുന്ന സുനിത വില്യംസ്. ലോകം കാത്തിരിക്കുന്ന തിരിച്ചുവരവിന് മുന്നോടിയായുള്ള സന്തോഷ നിമിഷങ്ങൾ. ആശങ്കകൾ എല്ലാം അവസാനിപ്പിച്ച് അവർ മടങ്ങിയെത്താനൊരുങ്ങുകയാണ്. സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനും തിരിച്ചുവരവിനുള്ള വഴിയൊരുക്കിക്കൊണ്ട് ക്രൂ 10 പേടകം ബഹിരാകാശ നിലയത്തിലെത്തി. ഇന്ത്യൻ സമയം ശനിയാഴ്ച പുലർച്ചെ 4:30-നാണ് നാസയുടെ ഫ്ലോറിഡ കെനഡി സ്പേസ് സെന്ററിൽ നിന്നും സ്പേസ് എക്സ് ഫാൽക്കൺ 9 റോക്കറ്റ് കുതിച്ചുയർന്നത്. നേരത്തെ 2 തവണ മാറ്റിവെച്ച വിക്ഷേപണമാണ് നാസ വിജയകരമായി പൂർത്തിയാക്കിയത്. മാർച്ച് 26-ന് ക്രൂ 10 വിക്ഷേപിക്കുമെന്നായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും സ്പേസ് എക്സ് CEO ഇലോൺ മസ്കിന്റെയും നിർദ്ദേശത്തെ തുടർന്ന് ദൗത്യം നേരത്തെയാക്കി. മാർച്ച് 13-ന് 2 തവണ വിക്ഷേപണത്തിന് ശ്രമിച്ചെങ്കിലും അവസാന നിമിഷത്തെ സാങ്കേതിക തകരാറുകൾ മൂലം മാറ്റിവെക്കുകയായിരുന്നു. ശനിയാഴ്ച രാവിലെയാണ് ക്രൂ 10 പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്തത്. രാവിലെ 11:11-ഓടെയാണ് ഹാച്ചിംഗ് പൂർത്തിയായത്. ബഹിരാകാശ നിലയത്തിലെയും ക്രൂ പേടകത്തിലെയും വാതിലുകൾ പരസ്പരം തുറക്കുന്നതാണ് ഹാച്ചിംഗ് പ്രക്രിയ. പിന്നീട് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം യാത്രക്കാർ ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചു. തുടർന്ന് പുതുതായി എത്തിയ ബഹിരാകാശ യാത്രികർ ഓരോരുത്തരായി നിലയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. 4 പേരെയും ആലിംഗനങ്ങളും ഹസ്തദാനങ്ങളും നൽകിയാണ് സുനിതയും വിൽമോറും സ്വീകരിച്ചത്. നാസ ബഹിരാകാശ യാത്രികരായ ആനി മക്ലെയിൻ, നിക്കോൾ അയേഴ്സ്, ജപ്പാന്റെ തകുയ ഒനിഷി, റഷ്യയുടെ കിറിൽ പെസ്കോവ് എന്നിവരാണ് 4-അംഗ ക്രൂ 10 ടീമിൽ ഉൾപ്പെടുന്നത്. ബഹിരാകാശ നിലയത്തിലെ നിർണായക പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനായി അവരുടെ ദൗത്യം അടുത്ത 6 മാസത്തേക്ക് നീണ്ടുനിൽക്കും. 2024 ജൂണിലാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശ നിലയത്തിൽ എത്തിയത്. 8 ദിവസത്തെ ദൗത്യത്തിനായി ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകത്തിലെത്തിയ ഇരുവരും 9 മാസത്തിലധികമായി ബഹിരാകാശത്ത് തുടരുകയാണ്. സ്റ്റാർലൈനർ പേടകത്തിലെ സാങ്കേതിക തകരാർ കാരണം ഇരുവർക്കും മുൻ നിശ്ചയിച്ച സമയത്ത് മടങ്ങാനാകാതെ വരികയായിരുന്നു. പലതവണ ഇരുവരെയും മടക്കിക്കൊണ്ടുവരാൻ നാസ ശ്രമിച്ചുവെങ്കിലും ഹീലിയം ചോർച്ചയും ത്രസ്റ്ററുകൾക്ക് തകരാറുമുള്ള സ്റ്റാർലൈനറിന്റെ അപകടസാധ്യത മുന്നിൽ കണ്ട് മടക്കയാത്ര നീട്ടിവെക്കുകയായിരുന്നു. ഇതിനുശേഷം ആളില്ലാതെ സ്റ്റാർലൈനർ ലാൻഡ് ചെയ്യിപ്പിക്കുകയാണ് നാസ ചെയ്തത്. ഡ്രാഗൺ പേടകം എത്തിയതോടെ കാത്തിരിപ്പിനൊടുവിൽ ബുധനാഴ്ച സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.